ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എൻ്റെ കഷ്ടകാലത്തിൻ്റെ തുടക്കത്തിനെ കുറിച്ചാണ്. ഒരു സ്ഥലം കൊടുക്കാണ്ടെന്ന് പറഞ്ഞു, 8 സെൻറ്റ് സ്ഥലം കൊടുക്കാണ്ടെന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത് വരികയും, അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് വില ഉദ്ദേശിക്കുന്നത്? വില ഒരു 12 ലക്ഷത്തിൽ മുകളിലേക്ക് എനിക്ക് വേണ്ട എന്ന് പറയുകയും, അവർ പറഞ്ഞു നമുക്ക് എഗ്രിമെൻ്റ് വയ്ക്കാം, 3 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാലത്തോട്ട് വൈകിട്ട് ഒരു 3 ലക്ഷം പിടിച്ചുകൊണ്ട് അവർ എഗ്രിമെൻ്റേക്കും വരുമെന്ന് വിചാരിച്ചിട്ട് അത് വന്നില്ല. ഈ 3 ലക്ഷം രൂപ പിന്നെ ഞാൻ ബിസിനസ്സിലും ചിട്ടിയിലേക്കൊക്കെ ഇങ്ങനെ മുടക്കി കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വരുവാണ്, ഈ സ്ഥലം തരാം, സ്ഥലം ഇതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 12 ലക്ഷത്തിൻ്റെ കൂടുതൽ എനിക്ക് വേണ്ടെന്ന് പറയുകയാണ്. അപ്പോഴും അവർ പറഞ്ഞു ശരിയാണ്, എഗ്രിമെൻ്റ് വയ്ക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 ലക്ഷം രൂപ അഡ്വാൻസ് എടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടും അവർ വന്നില്ല. പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ കേട്ടു പുള്ളിയുടെ ചേട്ടന് അത് വിറ്റു. അത് കഴിഞ്ഞിട്ട് അവരൊരു വ്യാജ എഗ്രിമെൻ്റ് ഉണ്ടാക്കിക്കുകയാണ്, 13.25 ലക്ഷം രൂപയ്ക്ക് അത് ചേട്ടൻ വാങ്ങിച്ചു എന്ന്. ഇനി നിനക്ക് വേണമെങ്കിൽ തരാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഇനി സ്ഥലം വേണ്ട പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 13.25 ലക്ഷം രൂപയ്ക്ക് തരാം, ഇപ്പോൾ 3 ലക്ഷം രൂപ അഡ്വാൻസ് തന്നാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞു പൈസ ഇല്ല, പൈസക്കെല്ലാം മുടങ്ങിപ്പോയി, ഇനി ചിട്ടികളും ഇതിലൊക്കെ ആയിട്ട് കിടക്കുവാണ്, അതെല്ലാം വിളിച്ചിട്ട് വേണം എന്നൊക്കെ പറഞ്ഞു. അതിന് കുഴപ്പമില്ല എന്ന് പറയുന്നു. അങ്ങനെയാന്ന് പറഞ്ഞ് ഈ 3 ലക്ഷം രൂപ നമ്മുടെ ഭാര്യ വീട്ടുകാരാണ് കൊടുത്തത്. ഞാൻ കൊടുത്ത അവരുടെ കയ്യിലിട്ട് അവർ അത് പുള്ളി കൊടുത്തു. ഈ എഗ്രിമെൻ്റ് വെച്ചില്ല. അതൊരു വിഡിത്തമായ ഒരിതാണ്. ഞാൻ ഏത് സ്ഥലം വാങ്ങിക്കുമ്പോൾ എഗ്രിമെൻ്റ് വയ്ക്കുമായിരുന്നു. ഇത് ഇവർ വിശ്വസിച്ച് ഇവരുടെ സ്വന്തക്കാരായിരുന്നു, അതുകൊണ്ട് എഗ്രിമെൻ്റ് വെച്ചില്ല. എഗ്രിമെൻ്റ് വയ്ക്കാത്തത് കൊണ്ട് ഭയങ്കരമായ ആപത്തുകളാണ് പിന്നീട് എൻ്റെ ജീവിതത്തിൽ പെട്ടത്. അങ്ങനെ അവർക്ക് 3 ലക്ഷം രൂപ കൊടുത്തു. 3 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പിറ്റേ ദിവസം വന്നിട്ട് പറയുകയാണ്, വാടകക്കാരെ ഒഴിവാക്കണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ കൊടുക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് വാടകക്കാരെ ഒഴിവാക്കാൻ വേണ്ടി 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഇനി ബാലൻസ് ഉള്ള പൈസ 4 ലക്ഷം രൂപ നിർത്തിത്തരാമെന്ന് പറഞ്ഞു. 4 ലക്ഷം രൂപ കിഴിച്ചുള്ള ബാലൻസ് പൈസ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബാക്കി 5.25 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു. ഇത് കൊടുത്തില്ലെങ്കിൽ മത്തായി ചേട്ടൻ സ്ഥലം ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ മറച്ചു വെക്കാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലോണൊക്കെ എടുത്ത് ആ 5.25 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ നമ്മൾ മൊത്തം 9.25 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി 4 ലക്ഷം രൂപ ലോൺ നിർത്തിത്തരാമെന്നാണ് പറഞ്ഞത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ലോൺ നിർത്തിത്തരാൻ പറ്റില്ല. ഞാൻ സൊസൈറ്റി ആയിട്ട് സംസാരിച്ച് ലോൺ എൻ്റെ പേരിലേക്ക് മാറ്റി വയ്ക്കണം ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ അവരത് സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥലം വേണ്ട, നിങ്ങൾ വാക്ക് വ്യത്യാസമാണ്, അതുകൊണ്ട് എന്നെ ഒഴിവാക്കി തന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ് പൈസ നീ തരില്ല, അത് എപ്പോഴെങ്കിലും ഇനി വിൽക്കുകയാണെങ്കിൽ ഒക്കെ തരാമെന്ന് പറഞ്ഞു. എന്തെല്ലാം ചിറ്റിപ്പുകളാണ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ലോണും ചിട്ടിയെല്ലാം വിളിച്ച് അങ്ങനെ 4 ലക്ഷം രൂപ കൊടുത്തു. 4 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണേ ഇതിൻ്റെ പലിശ കാശ് കൊടുക്കണമെന്ന്. ഞാൻ വാങ്ങിക്കണേക്കാൾ മുമ്പുള്ള പലിശ കാശ് നമ്മൾ കൊടുക്കണം. എന്തിനാ?
അത് കൊടുക്കാൻ പറഞ്ഞ് അവർ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് 80,000 പലിശ കാശ് ഇതെല്ലാം കൂടി അതിൻ്റെ അകത്ത് വാങ്ങിക്കാത്ത മാസത്തെ പലിശ കാശ് ഞാൻ കൊടുക്കണം. എന്നിട്ട് അത് അവർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ സ്ഥലം 15,000 രൂപ അവർ പലിശ കാശ് കൊടുത്തു. ബാക്കി പൈസ എന്നെ കൊണ്ട് കൊടുപ്പിച്ചു. അങ്ങനെ അത് വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ ആധാരം ചെയ്യാൻ പൈസ ഇല്ലാത്ത ദിവസം അങ്ങനെ ആധാരത്തിന് സഹായിച്ച് അങ്ങനെ 50,000 ആധാരത്തിന് അങ്ങനെ എല്ലായിടും കൂട്ടി ഒരു 14.5 ലക്ഷമായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ബാലൻസ് പിന്നീട് പറയാം.